വിദ്യാരംഭം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കാനുള്ള ചടങ്ങല്ലെന്ന് പഞ്ചദശനാമി ആവാഹൻ അഖാഡ മഹാമണ്ഡലേശ്വർ ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഗുരുവായൂർ ഷിർദി സായി മന്ദിരത്തിൽ ഭാഗവത ധർമ്മസൂയത്തിൽ ധർമ്മചിന്താ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 വയസ്സായ കുട്ടികൾക്ക് മാത്രമല്ല, ഓരോ വർഷവും നമ്മൾ ഓരോരുത്തരും വിദ്യാരംഭം ചെയ്യണം. കാരണം തസ്യ വാചക പ്രണവഃ എന്ന് യോഗശാസ്ത്രം പ്രഖ്യാപിക്കുമ്പോൾ ഓംകാരമായ പ്രണവമന്ത്രമാണ് ശാക്തേയ ഉപാസനയിൽ ശ്രീവിദ്യയായിട്ട് നവരാത്രി ആഘോഷമായിട്ട് വരുന്നത്. അതിനാൽ ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ എന്ന 3 കർത്തവ്യങ്ങളാണ് 9 ദിവസങ്ങളുടെ നവരാത്രി ആഘോഷത്തിലൂടെ നടത്തപ്പെടുന്നത്. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ദണ്ഡി സ്വാമി വിശ്വകർമ്മ കുലാപീഠാധീശ്വർ സ്വാമി സ്വാദു കൃഷ്ണാനന്ദ സരസ്വതി മുഖ്യാതിഥിയായി. സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി, എക്സിക്യൂട്ടീവ് ട്രസ്റ്റി അരുൺ സി നമ്പ്യാർ, സതീഷ് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. സ്വാമിമാരെ പൂർണ്ണകുംഭം നൽകി ധർമ്മസൂയ വേദിയിലേക്ക് ആനയിച്ചു. സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, പരീക്ഷത്തിന്റെ ജനനം, കലിനിഗ്രഹം, പ്രായോപവേശം, ശ്രീശുകാഗമനം, വിതുര മൈത്രേയ സംവാദം, സൃഷ്ടിവർണ്ണന എന്നിവയാണ് വ്യാഴാഴ്ച പാരായണം ചെയ്തത്. ബിജു ഗോപാലകൃഷ്ണനാണ് യജ്ഞാചാര്യൻ. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ധർമ്മസൂയ വേദിയിൽ പ്രഭാഷണം നടത്തി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായാണ് ഭാഗവത ധർമ്മസൂയം നടത്തുന്നത്.